ഹായ്, ഇന്ന് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ചാളമീൻ മുളകിട്ടതാണ്. സാധാ മീൻകറിയിൽ നിന്ന് മാറി ഇതിലേക്ക് കുടംപുളിയാണ് ചേർക്കുന്നത്. ഇനി മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കാണുന്നത് പോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുരുമുളക്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തൊരു മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊന്ന് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചുവന്ന് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഇവ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഈ മീൻകറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് തന്നെ കുടംപുളി ചേർക്കുമ്പോഴാണ്. ഈ കൂട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് പരലുപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു തിള വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച ചാളമീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ മൂടി മാറ്റി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ച് ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അങ്ങനെ മീൻകറി തയ്യാറായി. ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ മീൻകറിയാണ്. ഓക്കെ, ബൈ.